ഹായ്, രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മളൊരു ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങിയേക്കണ കാരണം സമയം കിട്ടിയില്ല. അപ്പം ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ് കേട്ടോ. ഞാനപ്പം കുറച്ച് കടലപ്പൊടി, കുറച്ച് ഉപ്പും ഇച്ചിരി ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കലക്കി വെച്ചേക്കാം കേട്ടോ. ഒരുപാട് വെള്ളവും വേണ്ടേ. പിന്നെ അതിനാവശ്യമുള്ള ഇച്ചിരി ചിക്കൻ മസാല, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി കായപ്പൊടി, ഇച്ചിരി മുളക് പൊടി ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാവേ. നമുക്ക് ഇതിൽ വേണ്ടത് പൊടിയായിട്ട് അരിഞ്ഞ സവാള കാണുന്നുണ്ടോ? പൊടിയായിട്ടുള്ള അരിഞ്ഞ നല്ല പൊടിയായിട്ട് അരിയണം കേട്ടോ. ഒരു കുഞ്ഞു സവാള വരണം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് മുരിങ്ങയുടെ ഇല അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ ക്ലീൻ ചെയ്തെടുത്തതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, അവർ കഴിക്കും. മജ്ജയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആണ്ടത്. പിന്നെ ഞാനൊരു കുഞ്ഞ് ചെറുനാരങ്ങയുടെ നീര് ഇത്തിരി മതിയായിട്ട് ഒരു പുളിപ്പിന് ഇലയൊക്കെ ചെല്ലണല്ലോ. അപ്പോൾ ഒരു നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. അതിൻ്റെ ഓയിൽ ഒഴിക്കാം. ബിസിനസ്സൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ നമ്മൾ നല്ലോണം മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അവിടെ നമ്മുടെ പേഴ്സണൽ കാര്യമല്ലേ, അതൊക്കെ വീഡിയോസ് ഇട്ട് പബ്ലിസിറ്റി ആക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പബ്ലിസിറ്റി ചെയ്യാത്തത്. നമുക്ക് കുക്കിംഗ് വീഡിയോ തന്നെ കാണാം. കൈയൊഴിയുമ്പോഴൊക്കെ കുക്കിംഗ് വീഡിയോ ഇടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇനിയും മടി പിടിക്കും. പിന്നെ ഞാൻ വീഡിയോ ചെയ്യാണ്ടാവും. ഇഷ്ടമുള്ളവർ ചെയ്യുക കേട്ടോ. ഉപ്പ് നോക്കാവേ. ഉപ്പ് മതി, ഒരുപാട് ഉപ്പ് വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു പിഞ്ച് കൂടി ഇടാം. നമ്മൾ മിക്സ് ചെയ്തില്ലേ, ഇനി നമുക്ക് സാധനം ചെയ്യാമല്ലോ. നമ്മുടെ എഗ്ഗ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചിടാം കേട്ടോ. ഞാനിപ്പോൾ കുഞ്ഞ് പീസാക്കിയിടണേ. പിന്നെ വൈറ്റ് പോർഷൻ ചെയ്യുന്നുണ്ട്. ഇതിന് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇതാക്കരുത്, പതുക്കെ മിക്സ് ചെയ്യണേ. എല്ലാം ട്രൈ ചെയ്യട്ടോ. ഇതിപ്പോൾ ഞാൻ 3 മുട്ടയിൽ എടുത്തേക്കണം. 3 മുട്ട ഒന്ന് പുഴുങ്ങി മല്ലിയിലയുടെ നാര്. നമ്മുടെ പാൻ നല്ലപോലെ ചൂടായി. കൈ കൊണ്ട് ഇടണമെങ്കിൽ കൈ കൊണ്ട് ഇടാം, സ്പൂൺ കൊണ്ട് ഇടണമെങ്കിൽ സ്പൂൺ കൊണ്ട് ഇടാം. എല്ലാം നല്ലോണം ചൂടായി. നല്ല ടേസ്റ്റ് ആട്ടോ അത്. മുരിങ്ങയിലേക്ക് ഇട്ടാൽ കുട്ടികൾ കഴിച്ചോളൂല്ലോ, അപ്പം അവർക്ക് നല്ലതാണ് ഹെൽത്തിന്. നല്ല ചൂട് കട്ടൻ ചായ, മുട്ട ബജി. പല സൈസ് ഉണ്ട് കേട്ടോ മുട്ട ബജി ചെയ്യണത്.
മാവിൽ മുക്കിയിട്ട് എൻ്റെ ഒരു വെറൈറ്റിയാണ് മുരിങ്ങയിലൊക്കെ ഇട്ടിട്ട്. തരാട്ട മാവേ, ചൂടോടെ കഴിക്കാട്ടാ. കട്ടൻ ചായ തരാം, നല്ല ചൂട് കട്ടൻ ചായ. ഇവിടെ ഇങ്ങോട്ട് വരണ്ട, തീ കേട്ടോ കേട്ടാ. നമ്മൾ തീ ഇത്തിരി സിമ്മാക്കി വെച്ച ചെയ്യണേ. ഒരുപാട് സിമ്മാവില്ല. പതുക്കെ ഇതാണ്, നേരിയ തീയിൽ വെക്കണം. അതിൽ കരിഞ്ഞു പോകും, പെട്ടെന്ന് ഇതായിപ്പോവും. നമ്മളിങ്ങനെ മറച്ചിടുമ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. മുരിങ്ങയില, പിന്നെ കൊടപ്പൻ, നമ്മുടെ കൊടപ്പനില്ലേ, വാഴക്കൊടപ്പൻ, അതൊക്കെ വെച്ച് ചെയ്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. രണ്ടോ മൂന്നോ മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് 4 പേരൊക്കെ ഉണ്ടെങ്കിൽ 2 കടിയൊക്കെ ഇട്ടു. ഇപ്പൊ കടയിലൊക്കെ വാങ്ങിക്കണമെങ്കിൽ എത്ര ബെറ്ററാണ്. ഇന്ന് നമ്മള് രാവിലെ തന്നെ നമ്മുടെ ചെറിയ സെയിൽ ഉണ്ടായത്, അപ്പൊ അത് കൊടുത്തു വന്നു. ഷോപ്പുകളിലൊക്കെ കൊടുത്തു. നല്ല ചൂട് കട്ടൻ ചായ, നമ്മുടെ ബജ്ജി, ഇടയ്ക്ക് തിരുത്തി കൂട്ടിയേക്കാം. എന്താ ഇവിടെ കട്ട്ലേറ്റ് പോലെ വരും കേട്ടോ, സൂപ്പറാ, നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റാ. ഞാൻ അതിന് ഇത്തിരി ചിക്കൻ മസാല ഒക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. മുരിങ്ങയില ഇട്ട് ചെയ്തതാണെന്ന് പറയേയില്ല കേട്ടോ. മുരിങ്ങയില മറ്റേ കൊടപ്പനില്ലേ, ആ കൊടപ്പം വെച്ച് ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ കുട്ടികൾ ചീരയൊക്കെ തിന്നില്ലെങ്കിൽ ചുവന്ന ചീരയുടെ ഇല ഇടണം കേട്ടോ, തണ്ടിടരുത്, നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. അപ്പൊ കുട്ടികൾ അതിന്റെ കൂടെ ഇതും കൂടെ കഴിച്ചേക്കും. പച്ചച്ചീര ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ബജ്ജി റെഡിയായി, നല്ലപോലെ കുക്കായി സോസൊക്കെ കൂട്ടി കഴിക്കാം.
ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ, അത് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അടുപ്പിച്ചിടരുത്, ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിടുമ്പോൾ നല്ല ഇതായിരിക്കും. നമ്മുടെ ചൂട് കട്ടൻ ചായ, ചൂട് ബജി, എഗ് ബജ. ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇടുന്നതായിരിക്കും. ഞാൻ ഇത്തിരി ബിസിയായിപ്പോയി, തിരക്കും കാര്യമൊക്കെ ആയി. അപ്പം ചൂട് ബജി കട്ടൻ ചായ നമുക്ക് ട്രൈ ചെയ്യാം. സൂപ്പർ കേട്ടോ, അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. നമ്മുടെ കട്ട്ലറ്റൊക്കെ കഴിക്കണ പോലെ ആവും. ചൂടാണ് പിന്നെ കട്ടൻ ചായ. ലീഫും കഴിച്ചോ. അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ട്രൈ ചെയ്യുക എഗ് ബജി. ടാറ്റാ, ബൈ ബൈ.